നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പ്രഖ്യാപിച്ച പ്രകടന പത്രികയിൽ പ്രവാസികൾക്കും കൈനിറയെ പ്രഖ്യാപനങ്ങൾ. ഇതോടെ പുതുയുഗ കേരളത്തിനായി പ്രവാസികളെ കൂടി ചേർത്തുപിടിക്കുന്ന ഒന്നായി UDFന്റെ മാനിഫെസ്റ്റോ മാറിയിരിക്കുകയാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. വികസനത്തിന്റെയും കരുതലിന്റെയും പുതുയുഗ കേരളം സൃഷ്ടിക്കാനുള്ള രൂപരേഖയാണ് UDF കേരളത്തിന് മുന്നിൽ വെച്ചത്. ആ രൂപരേഖയ്ക്ക് വലിയ കരുത്തും മുതൽക്കൂട്ടും ആകുന്ന പ്രഖ്യാപനങ്ങളാണ് പ്രവാസികൾക്കായി പ്രഖ്യാപിച്ചത്. ഇപ്രകാരം പ്രവാസികളുടെ സ്വപ്നവും ശബ്ദവുമായി ഈ പ്രകടന പത്രിക മാറുകയാണ്. പ്രവാസി പെൻഷൻ വർദ്ധിപ്പിക്കും എന്നത് ഇതിലേറ്റവും സുപ്രധാന നേട്ടങ്ങളായി പ്രവാസികൾ വിലയിരുത്തുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് സമഗ്ര പ്രവാസി പുനരധിവാസ പദ്ധതി, ത്രിതല സ്വയംഭരണ സംവിധാനത്തിൽ പ്രവാസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരണം, കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ്, പ്രവാസി ക്ഷേമനിധി ബോർഡിന് നൽകുന്ന സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കൽ, പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാകാനുള്ള പ്രായപരിധി എടുത്തുകളയൽ, 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുമെന്ന പ്രഖ്യാപനങ്ങൾ എന്നിവ പ്രവാസ ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. കൂടാതെ പ്രവാസികൾക്കായി കുടുംബശ്രീ മോഡൽ ഫിനാൻസ് സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതും പ്രവാസി അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കലും കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതാണ്. കൂടാതെ പ്രവാസികൾക്കായി കിയാൽ മാതൃകയിൽ പ്രവാസി കോർപ്പറേഷനുകൾ ആരംഭിക്കുമെന്ന ഉറപ്പും നൽകുന്നു. പ്രവാസി ക്ഷേമത്തിനായി തൊഴിൽ നൈപുണ്യ പുനരധിവാസ കേന്ദ്രം, പ്രവാസികളുടെ സ്വത്ത് സംരക്ഷിക്കാൻ പ്രത്യേക പ്രവാസി ട്രൈബ്യൂണൽ എന്നിവയെല്ലാം പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിലേക്ക് പണം അയക്കുന്നവരിലും നിക്ഷേപം നടത്തുന്നവരിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ് വിദേശ മലയാളികളെന്ന് മറക്കാതെയാണ് ഈ പ്രഖ്യാപനങ്ങൾ. തൊഴിൽ നഷ്ടപ്പെട്ട് ബദൽ തൊഴിൽ കിട്ടുന്നതുവരെ താൽക്കാലിക സഹായം എന്ന നിലയിൽ 6 മാസത്തെ ശമ്പളം തൊഴിൽ നഷ്ട സുരക്ഷ എന്ന നിലക്ക് നൽകാൻ ശ്രമിക്കും. ഇവിടെ നല്ല ജോലി തേടി വന്ന് നല്ല മട്ടിൽ ജീവിച്ച് പിന്നെ തിരിച്ചു വരുമ്പോൾ വിഷമിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത്തരം ആളുകളെ നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കാനുള്ള എല്ലാ നടപടികളുമാണ് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസികൾക്കായി നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും ഇതുവരെ പ്രാവർത്തികമായി നടപ്പാക്കിയിട്ടില്ല. എന്തെങ്കിലും ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്ന പുതിയ കാലത്താണ് പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന UDFന്റെ പ്രകടന പത്രിക. ദുബായിൽ നിന്നും എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.